ഇവിടെ ചായന്റെ ഇത് കെറ്റിൽ കളഞ്ഞു കേട്ടാ. ഇതിലൊരു ചായ ശ്രമിക്കുക. വേറെ ഒന്നല്ല, നിങ്ങൾക്കുള്ളൊരു കിട്ടില്ല ഒരു സമ്മാനം നമ്മൾ ഇതിൽ വെച്ചിട്ടുണ്ട്. ഈർത്തമ്പര വന്നിട്ട് പൂളിറങ്ങാണ്ട്. അയ്യോ ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക്. നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ പുതിയൊരു വീട്ടിലാണ്. പക്ഷെ വീട് റെഡിയാ എന്നാന്നുള്ളത് പറയാം. ആദ്യം ഒന്ന് ചായ കുടിക്കട്ടെ കേട്ടോ. ഒരു സ്വാഗതം പറഞ്ഞിട്ട് തുടങ്ങാന്ന് വിചാരിച്ചിട്ടാണ്. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ അടുത്ത് തന്നെ രാവിലെ തന്നെ തുടങ്ങാന്ന് വിചാരിച്ച്. അപ്പം ഞാനിപ്പോൾ ഉള്ളത് ഊട്ടിയിലാണ് എന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷെ ഊട്ടിയിലൊന്നല്ല. ഇത് ഏതാ സ്ഥലം എന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. എൻ്റെ ബാക്കിൽ ഈ വ്യൂ പോയിന്റ് കാണുമ്പോൾ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ഏരിയയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇത് താഴെ നിന്നിട്ടെ, മുകളിൽ ഞാൻ റൂമിലേക്ക് പോയിട്ട് അവിടുത്തെ വ്യൂ ഞാൻ വേറെ കാണിച്ചു തരാം. ഞാൻ താഴെ ഒരു ഇൻട്രോ പറയാൻ വേണ്ടി മാത്രമായിട്ട് ഇങ്ങോട്ട് വന്നു പൂളിൻ്റെ അടുത്തേക്ക്. ഇതെവിടെ ഉള്ളതെന്ന് വെച്ചാൽ കോഴിക്കോടാണ് നമ്മളുള്ളത്. ഞെട്ടിയില്ല ഞങ്ങളൊന്ന്? അതെ, കോഴിക്കോടാണ് ഉള്ളത് കേട്ടോ. സായിജും രശ്മിയൊന്നും വന്നിട്ടില്ല കേട്ടോ. വേറെ ഒന്നും കൊണ്ടൊന്നുമില്ല, ചെറിയൊരു ജോലിക്ക് ലീവിൻ്റെ എല്ലാം എന്തെല്ലോ പ്രശ്നം വന്നുപോയി. അതുകൊണ്ട് അവന് വരാൻ പറ്റിയില്ല. ലാസ്റ്റ് ഘട്ടത്തിൽ വരെ നമ്മളെല്ലാവരും കൂടി വരേണ്ട ഒരു പ്ലാനായിരുന്നു. പക്ഷേ അതും എല്ലാം കൂടി അവതാളത്തിലായിപ്പോയി. അങ്ങനെ നമ്മൾ മാത്രമായിട്ട് വന്ന് ഞാനും രേശുവും പിള്ളേരും ചീതും മാത്രമേ വന്നിട്ടുള്ളൂ. ഒരു വേറൊരു സംഭവം ഉണ്ട്. നമ്മളെ മാച്ച് അങ്ങനെ ആൺപേരുന്ന് പാനി. ഏതായാലും നമ്മള് ഒന്ന് വഴിവാക്കാൻ നോക്കില്ല. പിള്ളേരാണ് നോക്കണം കേട്ടോ. രണ്ടാളും അടക്കൽ ബുദ്ധിമുട്ടായതുകൊണ്ട് എച്ചൂട്ടിനെയോ അൻവീനെയോ ചെയ്തിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ബാക്കി ഒന്നും ബൈ ബൈ ചെയ്തോട്ടൊക്കെ പോലും കേട്ടാ. അപ്പൊ നമ്മള് ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോക്കാന്ന്. അപ്പൊ ഒരു കാര്യം ഞാൻ പറയാൻ പറ്റുമോ, ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ലാസ്റ്റ് വരെ ഒന്ന് കാണാൻ ശ്രമിക്കുക. വേറെ ഒന്നല്ല, നിങ്ങൾക്കുള്ളൊരു കിട്ടില്ല ഒരു സമ്മാനം നമ്മൾ ഇതിൽ വെച്ചിട്ടുണ്ട്. ഈ വീഡിയോ കാണുന്ന ലാസ്റ്റോട്ട് ഒറ്റയടിക്ക് അടിച്ചിട്ട് അത് ലാസ്റ്റ് വരെ പോകട്ടെ. അതിൻ്റെ അടുത്ത് എന്തെങ്കിലും നമ്മൾ ചെറിയ സംഭവങ്ങളൊക്കെ കാണിച്ചാൽ റെഡിയുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇവിടെ നല്ല നൈസ് റിസോർട്ടാണ്, കോഴിക്കോടാണ്. ഞാൻ പറഞ്ഞത് നേരത്തെ ഞാൻ പറഞ്ഞു ഇൻട്രോയില്. അപ്പോൾ എന്തായാലും ഇതിന്റെ എന്നാ സംഭവം എന്നുള്ളത് ലാസ്റ്റ് ഞാൻ പറയാം. ലാസ്റ്റ് വരെ കണ്ടത് നിങ്ങൾക്കുള്ളതാട്ടോ. അത് നിങ്ങൾക്ക് നമ്മൾ തരുന്ന ഒരു സമ്മാനമായിരിക്കും, ഒരു സർപ്രൈസ് ആണ്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യും. കുറച്ച് സമയം ഉണ്ടാവും, ഒരു 5-6 മിനിറ്റ് വീഡിയോ ടോട്ടൽ ഉണ്ടാവും. അപ്പം നിങ്ങൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യട്ടാ. അത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റിലൊക്കെ ഇന്നലെ ഇവിടെ കേരളമുണ്ട് കേട്ടോ. ഉഷാറായിട്ട് പഠിച്ചു പോലും. അപ്പൊ ചുട്ടനെ ഒന്ന് കാണിച്ചു തരാം. എല്ലാം ഒന്ന് വെറുതെ അടുക്ക. ഇതിപ്പോ ഏതായാലും പഠിച്ചെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇത്ര അടുത്തുനിന്ന് ഒന്നുമില്ല. ഞാൻ ഇത്രയും പറയുന്നത് ആർക്കടക്കാം. ഇതിന് കൊള്ളിച്ചാൽ മതി. എടാ കൊള്ളിച്ചടാ. നമുക്ക് പോകാനുള്ള ജീപ്പ് വന്നിട്ടുണ്ട് കേട്ടാ. നമ്മളൊരു ഓഫ് റോഡിൽ ഇതാ. അപ്പോഴത്തേക്ക് ഇവിടെ കയറൽ കഴിഞ്ഞു. നമ്മളിങ്ങ് പോകുന്നിടക്ക് കയറിയിരുന്നല്ലോ. ഫസ്റ്റ് ഓൺ എടുത്ത സാധനം നോക്കണം. എന്നാണ് വിശപ്പ് നോക്കണം മെയിനായിട്ട്. വന്നാല് കേറിക്കോ വന്നാല് രാവിലെ ഏകദേശം ഒരു 10-11 മണി കഴിഞ്ഞിട്ടാ. പറഞ്ഞല്ലോ 10 മണിക്ക് പോകണമെന്ന് വിചാരിച്ചിട്ട് നിന്നതാണ്. പക്ഷെ അറിയാലോ 10 മണിക്ക് ഇറങ്ങാൻ പറ്റില്ല. നമ്മൾ ഏതായാലും വീടിന് ഇറങ്ങലായി. ഒരാള് ഇവിടെ കയറിയ പാടിന്റെ മെയിൻ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ഓർക്ക് എല്ലാ സ്ഥലങ്ങളും ആസ്വദിച്ച് ഉറങ്ങി കാണുന്നുണ്ട്. കള്ള വിടുവാ കുളിക്കാൻ പോകാം. ഓ ഇതാ ഏട്ടാ അതിനെ പിടിച്ചായിട്ട് ഇരുത്തി കൊടുക്ക്. കുളിച്ചിട്ടേ പോയിട്ട് സോപ്പ് എണ്ണയിൽ എടുക്കാൻ വിട്ടുപോയി. നമ്മളൊന്ന് പൂളിലിറങ്ങിയിട്ട് ചില്ലാക്കട്ടെ. ഇവനീ കുളിക്കുന്നതിന് മുന്നേ പണ്ടേ ഉള്ളൊരു ശീലാന്നാ പറയുന്നത്. ഒന്നാ മുഖം കാണിച്ചാട്ടെ, വീഡിയോ എടുക്കുന്നത്. അതാ നമ്മളെ ചായ സെറ്റായി കേട്ടാ. നമ്മൾ പണ്ടേ എങ്ങനെയല്ലടാ പൂളുണ്ടാകുന്ന നമ്മൾ ചായ. അപ്പോൾ അൻവി പിന്നെ വെള്ളം കണ്ടേ മോനെ ഇതാ. അഥവാ മുങ്ങുന്നുണ്ടെങ്കിൽ ഒരു കൂക്കാനുള്ളൊരു ചാൻസ് ഒരൊച്ചയൊന്നും ആക്കണം കേട്ടാ. കേട്ടിനാ അൻവീത വീടിന് അങ്ങോട്ട് വീണ് കഴിഞ്ഞാൽ വലിയ കൊക്കയിലേക്കാ അൻവി. അങ്ങനെയല്ലാന്ന് ഇപ്പം ഇവർ വിചാരിക്കും അല്ലേ. പക്ഷെ അങ്ങനെയൊന്നല്ല കേട്ടാ. ഇവിടെ വേറൊരു സംഭവം കൂടി ഉണ്ട്. അതും കഴിഞ്ഞിട്ട് വേണം അപ്പുറത്തേക്ക് പോകാൻ. അതും വലിയ ഓക്കെയൊന്നുമില്ല കേട്ടോ. പക്ഷെ വീഡിയോയിൽ കാണുമ്പോൾ അങ്ങനെയല്ല ഞാൻ കാണിക്കും നിങ്ങളാ. പക്ഷെ അങ്ങനെയൊന്നല്ല. അപ്പോൾ പൂൾ വൈബിലൊരു ചായ കണ്ട. എല്ലേൻ്റെ അകത്ത് സ്പൂൺ ഇതിട്ടിരുന്ന് ഇട്ടിട്ട് അതിൽ കുത്തു, എൻ്റെ നിലത്ത് കുത്തു, എൻ്റെ ഒന്നും കൂടി ചായ കുത്തു അല്ലേ. പോയിക്കോ പോട്ടെ. കൂടുതലായിട്ട് ഇന്നെ നീന്തം പഠിപ്പിക്കാനാവും നോക്കട്ടെ. ഏടിയാ ഇരുന്നിനി അങ്ങ് ബാക്കോട്ട് പോയിട്ടെങ്കിൽ ഏടിയാ എത്തുമെന്നറിയാം എനിക്ക്. ഏടിയാ
വലിയ കൊക്കയിലേക്ക് നമ്മൾ മറിഞ്ഞു പോകുന്നില്ല കേട്ടോ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, തോന്നല്ല കഴിഞ്ഞ പൂളിൽ പോയ സമയത്തും പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ 3 എണ്ണത്തിന് നീന്തറിയില്ല. ഇതിനെ വിട്ട് കുഴപ്പമില്ല, ബാക്കി വലിയ സാധനമായിട്ട് ഇരിക്കുന്നുണ്ടാ. വെള്ളം എന്ന് കാണുന്നത് അപ്പട് കൂറ പല്ലി അതുപോലെ വെള്ളം ഇങ്ങനത്തെ സാധനമെല്ലാം പേടിയില്ലാണ്ട് കുഴപ്പമില്ല. പിന്നെ അൻപി പിന്നെ ഓക്കെ എന്തെങ്കിലും ആയിട്ട് പിടക്കൊന്നും ചെയ്യും ആ ട്യൂബിന്റെ മുകളിൽ, അതൊക്കെ അല്ല പ്രതീക്ഷിക്കും. എനിക്ക് രൂപ ഇറങ്ങിയ തന്നെ ഈട്ടമ്പര വന്നിട്ട് പൂളിലിറങ്ങാണ്ട് അയ്യോ സാധനം കിട്ടി. അയ്യോ ഇപ്പൊ ധൈര്യം ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ? ഓള് വിചാരിച്ച് ഫസ്റ്റ് ഇറങ്ങിയത് ആടെയാന്ന് കേട്ടോ, ആടെ ആയം കുറവാന്ന്. അത് വിചാരിച്ചിട്ട് അതുപോലെ അങ്ങ് തുള്ളിയതാ. ഇതിന്റെ മുകളിലേക്ക് കൂടി നിന്നിട്ട് നടന്നിട്ട് വന്നിട്ട് അവിടെ പോയി ഇരുന്നാ സാരമില്ല. ഇങ്ങനെയാ നീന്തം പഠിക്കുക മക്കളെ. മോനെ ഞാൻ ഇതിന് മാത്രം എടുക്കട്ടെ, എച്ചൂട്ടിനെ വിട്ടിട്ട് ഓനും വരാൻ കഴിയില്ല. രണ്ടാളും ഏകദേശം അടുത്തടുത്ത് നിൽക്കും, എന്നാലേ എനിക്കൊന്ന് മുമ്പും പിടിക്കാൻ പറ്റൂ. അതാ അൻവി തളർന്നിട്ടുണ്ട്. അൻവി കുറച്ച് അമ്മേന്റെ അടുത്ത് നിന്നാ അങ്ങനെ ഓ ഈടെ മിക്കവാറും വീട് അടിയുന്നതോ. നിൽക്കണ്ട മുട്ടോളം വെള്ളത്തിൽ നിന്നിട്ടാണ് ഈ പേടിയെന്ന് നോക്കണം. എൻ്റെ മോൻ ബാ കുറച്ച് അടുത്തോട്ട് നിന്ന് അമ്മേൻ്റെ അച്ഛൻ എല്ലാവരെയും കൂടി ഒന്നിച്ച് പിടിക്കേണ്ട വലിയ ബുദ്ധിമുട്ടാവോനെ. ബാക്കിയെല്ലാം നേരത്തെ പോയി കേട്ടാ. എന്താ ചെയ്യുക, കുട്ടികൾക്കൊന്നും തണുപ്പ് തീരെ പറ്റുന്നില്ല. പിന്നെ ഞാൻ നോക്കും ഇപ്പോൾ അവിടെ പോയിട്ട് പനിച്ച് ബെറിച്ച് കിടക്കും. ഇതാണ് കേട്ടാ നമ്മളെ റൂം. മുകളിൽ കാണിച്ചു വിട്ടെ. ഈയൊരു ഇത് നമ്മളെ പൂളിൻ്റെ നേരെ ബാക്ക് സൈഡ് കേട്ടോ. ഫ്രണ്ട് സൈഡ് അല്ല, ബാക്ക് സൈഡാണ്. പൂളിൻ്റെ ബാക്ക് സൈഡ് അല്ല, നമ്മളെ നിൽക്കുന്ന റൂമിൻ്റെ ബാക്ക് സൈഡ് കേട്ടോ. ഇത് നമ്മളെ റൂം, ഇവൻ്റെ റൂം, ഇത് നമ്മളെ റൂം. അത് ഇതെല്ലാം സ്വന്തമായിട്ട് നമ്മളെ തന്നെയാണ് മൊത്തത്തിൽ. ഈ താഴെ 2 റൂമുണ്ട് കേട്ടോ. ഈ താഴത്തെ റൂമിലും കൂടി നമ്മൾ സെറ്റ് ചെയ്തിരുന്നു. പക്ഷേ ഇവിടത്തേക്ക് ഞാൻ പറഞ്ഞല്ലോ അവർക്ക് വരാൻ പറ്റിയില്ല, അല്ലെങ്കിൽ അവരെ ഇവിടെയും കൂടി ഉണ്ടാവുക. ഇത് ഫുള്ളായിട്ട് നമ്മളിങ്ങ് എടുത്തു 2 ദിവസത്തേക്ക്. അപ്പോൾ ഇവിടുന്ന് നേരെ നമുക്ക് നല്ല വ്യൂ ആണ്. ഞങ്ങളെ റൂം കാണിച്ചു തന്നില്ല അല്ലേ? റൂം ഏതായാലും ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ നേരെ റൂമിലേക്ക് കയറിയതിന് ശേഷം ഒന്ന് നിങ്ങളെ വൃത്തിക്കൊന്ന് റൂം കാണിച്ചു തരാം. റൂം ഇത് താഴത്തെ റൂം കേട്ടോ. ഇവിടുന്ന് കാണുന്ന വ്യൂ ഉണ്ട്. ഇത് കാണിച്ചു കൊടുക്കും. ഇത് നമുക്ക് തുറക്കില്ല. ഇവിടുന്ന് നമുക്ക് പൂളിലേക്ക് ഞാൻ ഇവിടുന്ന് തന്നെ ഇത് കാണാം. അപ്പൊ താഴത്തെ റൂം ഇങ്ങനെ കേട്ടോ. മുകളിലത്തെ റൂം ഞാൻ കാണിച്ചു തരാം. ഞാനുണ്ട് ഇമാജിനറി ഗേൾഫ്രണ്ട് ഇവിടെ. അടിപൊളിയല്ലേ? നമ്മളിങ്ങനെ രാവിലെയും വൈകുന്നേരം പൂളിലിറങ്ങിയിട്ട് ഇങ്ങനെ കുളിക്കാറാണ് പതിവ്. നല്ല വ്യൂ കേട്ടോ. ഇവിടെ നല്ല നൈസാണ് കേട്ടോ. ഇത് പ്രൈവറ്റ് റിസോർട്ടാണ് കേട്ടോ. നമുക്ക് ഫുൾ ഫാമിലി ആയിട്ട് വരാം. നമുക്ക് എനക്കൊന്നും ഇടാം 4 റൂമും പിന്നെ ഇതിന്റെ സൈഡിൽ തന്നെ ഞാൻ വേണ്ടി കാണിച്ചു തരാം. നോക്കട്ടെ, ഒരു ഡോർമെറ്ററി ടൈപ്പ് ഒരു സംഭവം ഉണ്ട്. എത്രയാക്കാടാ? 10 ആക്കാം. അവിടെ എത്രയാ? 15 30 അവിടെയും കിടക്കാൻ പറ്റും തോന്നുന്നു. ഇവിടെ ഒരു 4 ബെഡ്റൂം ആ ഒരു ലെവലില് ഫുൾ ഫാമിലിക്ക് ഇവിടെ വന്നിട്ട് നല്ല എൻജോയ് ചെയ്ത് പോകട്ടോ. നല്ല നൈസാണ് സംഭവം. ആരെങ്കിലും വേണ്ടിക്ക് നോട്ട് ചെയ്ത് വെച്ചോ. ഹിൽവേ റിസോർട്ട് കേട്ടോ. കോഴിക്കോടാണെന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മുടെ ഊട്ടി പൂവാരന്തോടല്ലേ? കോഴിക്കോട് പൂവാരന്തോട്. ഒരു എന്താ പറയാ, കോരിത്തെരിയുന്ന തണുപ്പല്ല, എന്നാലും ഒരു നൈസ് തണുപ്പില്ലേ? ഒരു രാവിലെ ആകുമ്പോൾ നല്ല തണുപ്പ്, അതുപോലെ വൈകുന്നേരം ആയാലും ഒരു നല്ലൊരു സുഖമുള്ളൊരു കാലാവസ്ഥ. ഇപ്പോഴത്തെ ചൂടിന് നല്ലൊരു കാലാവസ്ഥ. അപ്പൊ ആ ഒരു വൈബ് കിട്ടും നമുക്ക്. ദൂരെ വീടിൽ അടുത്തുള്ളവർക്ക് പ്രത്യേകിച്ചിട്ട് ദൂരെ ഏടിയും പോണ്ട, നല്ല സുഖം വൈകുന്നേരം. ഞാൻ അങ്ങനെ കണ്ണൂരിന്നാ വന്നത് ഇവിടത്തേക്ക്. ഇവിടെ ചായന്റെ ഇത് കെറ്റിൽ കളഞ്ഞു കേട്ടാ. വരുമ്പോ നമ്മൾ ഇരുന്ന് ചൂടുവെള്ളം വെച്ച് കുടിച്ചതാന്ന് നമ്മൾ പറയില്ല കേട്ടോ. ഇത് നമ്മളിവിടുന്ന് പോയതിന് ശേഷം നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ റിസോർട്ടുകാർ പറഞ്ഞോളൂ നീ കളഞ്ഞിട്ട് പോയതാന്ന്. നീ അപ്പുറം ജീവിതത്തിലൊക്കെ പോയി നോക്കുന്ന ക്യാരം ബോർഡിന്റെ സൈഡിൽ നിന്ന് ഭക്ഷണം ഒന്നും പറയണ്ട. എച്ചൂട്ടിന് ഒരു സൈഡില് നീ അത് വെച്ച് നീ എന്നാ കഴിക്കുന്നത് നീ. നമ്മളേതായാലും ഇറങ്ങാൻ വേണ്ടി പോക്കാന്നേ. അപ്പം നമ്മൾ ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് പൂവാരന്തോട് ഹിൽവേ റിസോർട്ടിലാണ്. നമ്മളിവിടെ എത്തിയത് വയനാട് ട്രിപ്പ് അഡ്വൈസർ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, അതുവഴിയാണ് നമ്മളിവിടെ എത്തിയതും. അപ്പം വന്ന സ്ഥിതിക്ക് അതും കൂടി ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ പറഞ്ഞില്ലേ ലാസ്റ്റത്തേക്ക് ഒരു സംഭവം നമ്മൾ വെച്ചിട്ടുണ്ടായിട്ടില്ലേ, നിങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ടെന്ന്. സർപ്രൈസ് വേറെ ഒന്നുമല്ല, നമ്മൾ ഇന്ന് നിന്ന ഈ ഒരു റിസോർട്ട് നിങ്ങൾക്കൊരു ഗിവ് അവേ ആയിട്ട് തരേണ്ട ഒരു പരിപാടി ഉണ്ട്. അത് നമ്മൾ ഈ ഒരു വീഡിയോ ഒന്നിക്കിൽ അപ്ലോഡ് ചെയ്തപാടെ എല്ലാവരും മുന്നേ ആയിട്ടായാലും നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ നിങ്ങളൊന്ന് കയറി ചെക്ക് ചെയ്താൽ മനസ്സിലാവും. അതിൻ്റെ അകത്ത് നമ്മൾ പോസ്റ്റ് ചെയ്യും. ചിലപ്പോൾ ഈ വീഡിയോ ഒക്കെ മുന്നേ പോസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് പോസ്റ്റ് ചെയ്യും. അപ്പോൾ അതിലൊന്ന് കയറിയിട്ട് എല്ലാവരും ഒന്ന് കമൻറ്റും ഷെയറും ലൈക്കും എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ റിസോർട്ടിൽ അതും ഒരാൾക്കും രണ്ടാക്കുമല്ല കേട്ടോ, നമ്മൾ കൊടുക്കാൻ പോകുന്നത് 10 ആളടങ്ങിയ ഫുൾ ഫാമിലിക്കാണ്. 10 പേർക്ക് നിങ്ങൾക്ക് ഫുൾ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും സ്റ്റേയും എല്ലാം അടക്കം പൂളലുള്ള നല്ല അടിപൊളി റിസോർട്ടാണ്.
വെറുതെ മിസ് ചെയ്യണ്ട, ഒരു കമന്റ് ഇട്ടാൽ മതി, ചിലപ്പോൾ അത് നിങ്ങൾക്ക് ആണെങ്കിലും അല്ലേ. ചിലപ്പോ നിങ്ങളായിരിക്കും വന്നത്. അപ്പോൾ ഏതായാലും അതിലൊന്ന് പോയി പങ്കെടുക്കുക. ഇൻസ്റ്റാഗ്രാമിൽ ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യും.